പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ഏറ്റവും പ്രചാരമുള്ള, ഏറ്റവും ജനങ്ങൾ കൂടുന്ന ഒരു ആരാധനാലയമാണ് ശബരിമല. ശബരിമലയും കുറേ അന്ധവിശ്വാസങ്ങളും എന്ന ഒരു വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് ചരിത്രകാരനായ വെള്ളാട് രാമചന്ദ്രൻ സാറാണ്. പറയാനുള്ള കാരണം, എനിക്ക് എൻ്റെ ഒരു വായനയുടെ നിരീക്ഷണത്തിൽ ശബരിമലയ്ക്ക് 10-70 വർഷത്തെ ഒക്കെ പാരമ്പര്യം ഉണ്ടെന്നാണ് തോന്നിയിട്ടുള്ളത്. അതിനു മുമ്പേ നമ്മളിവിടുത്തെ ആൾക്കാർ തീർത്ഥാടനത്തിന് പോയത് പളനിക്കായിരുന്നു എന്നാണ് ചരിത്രരേഖകളിലൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ശബരിമലയ്ക്ക് സി കേശവൻ മുഖ്യമന്ത്രിയാകാൻ്റെ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു അവിടെ അമ്പലത്തിൽ തീ പിടിച്ചതെന്നുള്ള ചരിത്രം. അന്ന് സി കേശവൻ ഒരു നാസ്തികനായിരുന്നു അറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞൊരു ഒരു ഇതാണ്, ഒരു അമ്പലം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന ഒരു വാദം. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ശബരിമലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടാനുള്ള കാരണം അവിടുത്തെ ദിവ്യ അത്ഭുതമാണ്, പ്രത്യേകിച്ച് മകരവിളക്ക് എന്നൊരു പ്രക്രിയ. ആ മകരവിളക്ക് കത്തിക്കൊണ്ടിരുന്ന മകരവിളക്ക് ഇടത്തേക്ക് കത്താതാവുകയും ഈ കത്താതാവുന്നതിന് കാരണം നാസ്തികർ ഇവിടെ ഭരിച്ചതുകൊണ്ടാണെന്നുള്ള പ്രചരണവും ഉണ്ടായിരുന്നു. ഇതിൻ്റെ കുറേ സംശയങ്ങളൊക്കെയാണ് നമുക്ക് വെള്ളനാട് രാമചന്ദ്രനോട് ചോദിക്കാനുള്ളത്. സാറേ നമസ്കാരം. ഈ ശബരിമല തീർത്ഥാടനത്തിന് മുമ്പേ നമ്മുടെ കേരളത്തിലെ ആൾക്കാരൊക്കെ തീർത്ഥാടനം നടത്തിയത് പളനിയിൽ എന്നുള്ളതിലേക്കാണ്. പളനിയിലേക്ക് പോകരുതേ സഹോദരേ എന്ന് സഹോദരനയ്യപ്പൻ ഒരു കാവ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഈ ശബരിമലയൊക്കെ തീർത്ഥാടനത്തിന് മുമ്പേ ഉള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെ ആ വാദം കേൾക്കുന്നത് ചരിത്രപരമായി എത്രത്തോളം ശരിയാണ്? ഭാഗ്യമായി ശരിയാണ്. കാരണം ശബരിമല അന്നുണ്ട്. ശബരിമലയിൽ അപൂർവം ആളുകൾ പോയിരുന്നു. കാര്യം ദുർഘടമായ വഴിയാണ്. ഈ പറഞ്ഞതുപോലെ നമ്മൾ അയ്യപ്പൻ്റെ വാഹനം പുലി എന്നൊക്കെ ഉള്ളൊരു സങ്കല്പം ഉണ്ടല്ലോ, അത് ചരിത്രപരമായി തെറ്റാണ്, അത് പോട്ടെ. പക്ഷേ ഈ പുലിയുടെ സാന്നിധ്യം ശക്തമായിരുന്നു അവിടെ, പോകാൻ പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള യുവാക്കൾ അപൂർവമായി പോയി. നമ്മൾ ഇന്നൊക്കെ ട്രക്കിങ്ങിനൊക്കെ പോകുന്നത് പോലെയൊക്കെ പോയിരുന്നിരിക്കാം, പോയിട്ടുണ്ട്. പക്ഷേ അതൊരു തീർത്ഥാടന വഴിയെന്നുള്ള നിലയ്ക്കൊന്നും അന്ന് തെളിഞ്ഞിരുന്നില്ല എന്നാണ് നമുക്ക് ചരിത്രരേഖകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. പിന്നെ ചരിത്രകാരന്മാർ പലതും പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു ഹൈന്ദവ ക്ഷേത്രമല്ല, ബുദ്ധമത ക്ഷേത്രമാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട വാദം പറയുന്നത് ഈ ശരണംവിളിയുടെ സ്ലാങ് ബുദ്ധം ശരണം എച്ചാമി എന്ന് പറയുന്നത് പോലെ തന്നെ ഈ സ്വാമി ശരണം എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഇത് ബുദ്ധമത ക്ഷേത്രമായിരുന്നു എന്ന് തറപ്പിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. അത് ബുദ്ധമത ക്ഷേത്രത്തെ ഈ ഹൈന്ദവ ക്ഷേത്രമായി മാറിയതാണോ, അല്ലെങ്കിൽ അത് ഈ പിടിച്ചടക്കിയതാണോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ. അതിനകത്ത് ഒരു ചെറിയൊരു ഇതുള്ളത്, ഈ ബുദ്ധമതം എന്ന് പറയും, ഏത് ബുദ്ധമതം എന്നൊരു പ്രശ്നം ഉദിക്കും. പ്രാചീന ബുദ്ധമതം. അപ്പോൾ 18 സെക്റ്റുകൾ അതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. അതെന്തോ ആവട്ടെ, നമ്മൾ അതല്ല വിഷയം. പക്ഷേ ഇതിന് ചരിത്രപരമായൊരു കാര്യമുണ്ട്. കാരണം ഈ യാഗങ്ങളിൽ ഇപ്പം നമ്മൾ യാഗങ്ങളുടെ ഇതെടുത്ത് നോക്കുക, ലക്ഷക്കണക്കിന് അല്ല ആയിരക്കണക്കിന് മൃഗങ്ങളെയാണ് കൊന്നൊടുക്കുന്നത്. ഇപ്പം 1975 പാഞ്ഞാളിൽ വെച്ച് നടന്ന യാഗം, ആ യാഗത്തിനകത്ത് 10-20 ആടുകളെ കൊല്ലാൻ തീരുമാനിക്കുക, അവിടുത്തെ മൃഗസ്നേഹികൾ പ്രകടനം നടത്തുകയും ചെയ്തു. അന്ന് ഈ പിഷ്ടപ്പശു, അതായത് അരിമാവ് കൊണ്ട് പശുവിനെ, അല്ലെങ്കിൽ യാഗപശു എന്ന് പറഞ്ഞാൽ ആടാണ്, അതിനെ കശാപ്പ് ചെയ്തതായിട്ട് പ്രതീകാത്മകമായിട്ടാണ് ഇത് ചെയ്തത്. അപ്പൊ ഇതെല്ലാം ആചാരങ്ങളാണ്. അപ്പൊ ഇവിടെ വരുന്ന വിഷയം അതല്ല. ഇപ്പൊ ഈ യാഗത്തിന് എല്ലാ കേരളത്തിൽ ആകമാന യാഗം നടന്നിരുന്നു. ഈ യാഗങ്ങൾക്ക് ആരാണ് ഈ പശുവിനെ കൊടുക്കേണ്ടത്? ഈ പശു എന്ന് പറയുന്നത് നമ്മുടെ കൗ തന്നെ ആവണമെന്നില്ല, ആടാകാം, എന്തോ ആകാം. ഇതാരാണ് ഈ ബ്രാഹ്മണർക്ക് കൊടുക്കേണ്ടത്? ബ്രാഹ്മണൻ ആടിനെ വളർത്താറില്ല, പശുവിനെ വളർത്താറില്ല. ആരാണ് കൊടുക്കേണ്ടത്? ഇത് സ്വാഭാവികമായും കൊടുക്കേണ്ടത് ഒന്നുകിൽ ഭരണകൂടം കൊടുക്കണം, അതല്ലെങ്കിൽ കച്ചവടക്കാരൻ കൊടുക്കണം. അപ്പോൾ ഈ ഭരണകൂടം ആജ്ഞാപിച്ചാൽ കച്ചവടക്കാരൻ കൊടുക്കും. അപ്പോൾ ഭരണകൂടത്തിന് എളുപ്പം അതാണ്, ആജ്ഞാപിച്ച് വൈശ്യനെ കൊണ്ട്, കച്ചവടക്കാരനെ കൊണ്ട് കൊടുപ്പിക്കാന്ന്. ഇവിടെ വൈശ്യന്മാരില്ലെങ്കിൽ അപ്പൊ അവരെന്ത് ചെയ്തു? ഈ വൈദിക മതത്തിനെതിരെ രൂപം കൊണ്ട ജൈന ബൗദ്ധ മതങ്ങളിലൊക്കെ ഒരു പടലയോടെ കുടിയേറി. അങ്ങനെ വന്നാൽ അവർ യാഗവിരുദ്ധരാണ്, മൃഗങ്ങളെ കൊടുക്കേണ്ട കാര്യമില്ല, ലാഭകരം. അപ്പൊ ബിസിനസ്സുകാരനെ സംബന്ധിച്ച് എല്ലാ കാലത്തും ലാഭമാണോ നോക്കുക. അങ്ങനെ വന്നപ്പോൾ ബുദ്ധമതം അവന്റെ ഭാഗമായി, ജൈനമതവും അവന്റെ ഭാഗമായി. അപ്പൊ ഇത് നമ്മൾ കേരളത്തിനെ സംബന്ധിച്ചുള്ള വേറൊരു പ്രശ്നമുണ്ട്.
കേരളത്തിലെ വരുമാനം എന്ന് പറയുന്നത് സുഗന്ധ വ്യഞ്ജനങ്ങൾ, പ്രത്യേകിച്ച് കുരുമുളക്. ഇത് 2 രീതിയിലേ വിൽക്കാൻ പറ്റും. ഒന്ന് മല വഴിയും ഒന്ന് കടൽ വഴിയും. അപ്പോൾ ഈ കടൽ വഴി വിദേശികൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ വിദേശികളുമായി എപ്പോഴെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ മല വഴിയുള്ള കച്ചവടമാണ് നടന്നത്. മല വഴി 21 മല വഴികൾ, മലമ്പാതകൾ ഉള്ളതായിട്ട് നമ്മുടെ 2018 ഡിസംബറിൽ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയ അവരുടെ ഇതിൽ പറയുന്നുണ്ട്. 21 വഴികൾ അവർ കണ്ടെത്തിയ വഴികൾ, അതിലൊന്ന് ശബരിമല. അപ്പോൾ ഈ കച്ചവടക്കാർ ഇവിടെ വരുന്നു, സാധനം വാങ്ങുന്നു, തിരിച്ചു പോകും. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടുന്നൊരു കാര്യമുള്ളത്, എപ്പോഴും ഒരു ബസ് സ്റ്റോപ്പ് എവിടെ വരിക, ഒന്നുകിൽ ഏറ്റം കയറി ചെല്ലുന്നിടത്ത്, അല്ലെങ്കിൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്റ്റോപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് കയറി വരുന്ന ഉച്ചയാണ് ശബരിമല. അവിടെ അവർ ക്യാമ്പുകൾ കച്ചവടം. അപ്പോൾ ഈ കച്ചവടത്തെ ചരക്ക് എങ്ങനെ നീക്കി എന്നുള്ളൊരു വിഷയം വരാം. ഈ ഊടുവഴികളിലൂടെ അതിന് കഴുതി ഉപയോഗിക്കുന്നവരെ പണ്ട് കാളകൾ ഉപയോഗിച്ചിരുന്നു. ഇതിനെ പേര് പറയുന്നത് പൊതിക്കാളയെന്നാണ്. അതായത് ചരക്കുകൾ പൊതിഞ്ഞു കെട്ടി കാളപ്പുറത്ത് കൊണ്ടു. അപ്പൊ ഈ കാളയ്ക്ക് വിശ്രമം വേണം. അതുകൊണ്ട് അവര് അവിടെ വിശ്രമിക്കുകയും സ്വാഭാവികമായും കൊള്ളക്കാരെ പേടിച്ചുകൊണ്ട് 10,000-കണക്കിന് കാളകളും 1000-കണക്കിന് കച്ചവടക്കാരും ഒന്നിച്ചാണ് വരിക, കൊള്ളക്കാരെ പേടിച്ചു. അപ്പൊ ഇവര് കച്ചവടക്കാർ തമ്മിൽ തർക്കം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് ആത്മീയ ഗുരുക്കന്മാർ ഇതിൻ്റെ ഇടയിൽ കാണും. ഇപ്പൊ നെടുമങ്ങാട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്, രേഖയുണ്ടതിന്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഇവർ ക്യാമ്പ് ചെയ്ത സ്ഥലത്ത് അവര് ഒരുപക്ഷെ കാവായിരുന്നിരിക്കാം ആദ്യം ഈ അവരുടെ ആരാധ്യ ദേവതയായ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചു. അയ്യപ്പനായിരുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ വേറൊരു കാര്യം കാണേണ്ടതുണ്ട്. ഈ ശ്രീബുദ്ധൻ കണ്ടുപിടിച്ച 4 സത്യങ്ങളുണ്ട്: ദുഃഖം, ദുഃഖകാരണം, ദുഃഖ നിവാരണം, അഷ്ടമാർഗം. ഈ 4 എണ്ണത്തിന് അദ്ദേഹം കൊടുത്ത പേര് ആര്യ സത്യങ്ങളെന്ന്. ഈ ആര്യ സത്യങ്ങൾ പാലിയിൽ വന്നപ്പോൾ അജ്ജ സത്യങ്ങളായി. ഇത് തമിഴ്നാട്ടിൽ വന്നപ്പോൾ അയ്യ സത്യങ്ങളായി. അത് പിന്നെ അവസാനം അയ്യസത്യങ്ങൾ കണ്ടുപിടിച്ച ബുദ്ധൻ അയ്യനായി. അയ്യന് ബഹുമാനപൂർവ്വം വിളിച്ചത് അയ്യനാർ എന്നാണ്. ഈ അയ്യനാർ മല കടന്നെത്തിയപ്പോൾ അയ്യപ്പനായി. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ മലയാളിക്ക് ഒരു പ്രത്യേകതകൾ, ദൈവങ്ങളെ ആൺ ദൈവങ്ങളെ അപ്പനായും പെൺ ദൈവങ്ങളെ അമ്മയായും കാണും. ആറ്റുകാലമ്മ, നമ്മളിപ്പോൾ വെള്ളനാട്ടമ്മ, അങ്ങനെ അമ്മമാരെ, ചക്കുളത്തമ്മ, അപ്പം അമ്മയാണ്. അതുപോലെ ആണുങ്ങളെ നമ്മൾ കാണാം, വൈക്കത്തപ്പൻ, വായില കുന്നലപ്പൻ, ഗുരുവായൂരപ്പൻ തുടങ്ങിയ അപ്പൻ. അങ്ങനെ അയ്യനാർ മല കടന്നെത്തിയപ്പോൾ അയ്യപ്പനായി. അങ്ങനെയാണ് അയ്യപ്പൻ എന്നുള്ള പേര് വരുന്നതും അയ്യപ്പൻ്റെ പ്രതിഷ്ഠകളും ഒക്കെ വരുന്നത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതാണ്. അപ്പൊ ശാസ്താവ് എന്ന് പറയുന്നത് ഇവിടെ ബ്രാഹ്മണ പൂജ വന്നതിന് ശേഷമാണ് സംസ്കൃത ഭാഷാഭിമാനികളായ ബ്രാഹ്മണർ ചാർത്തിക്കൊടുത്ത പേരാണ് ശാസ്താവ്. ബുദ്ധമതത്തിൽ ശാസ്താവ് എന്നുള്ള സാധനം ഉണ്ട്, ശാസിക്കുന്നവൻ. പക്ഷേ ശുദ്ധ ദ്രാവിഡന്മാരായ തമിഴരും മലയാളി അയ്യപ്പൻ തന്നെയാണ് അവർക്ക് അയ്യപ്പൻ തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ഈ കർമ്മികളും ഒക്കെ വന്നപ്പോൾ അവർക്ക് സംസ്കൃത മൂലമന്ത്രമാണ് ഉപയോഗിക്കുന്നത്. അവർ ശാസ്താവിന്റെ മൂലമന്ത്രമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ശാസ്താവാക്കി എടുത്തത്. സാറേ, ഈ മകരവിളക്ക് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ മകരവിളക്ക് ഒരു ദിവ്യ അത്ഭുതമായിട്ടാണ് സാധാരണ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത്. മകരവിളക്കോട് ബന്ധപ്പെട്ടുള്ള നമുക്ക് ചരിത്രപരമായ ഉണ്ട്, കഥയുണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയത്തോളം ഈ ശബരിമലയിലെ മകരവിളക്ക് ഈ കാണുന്നത് അവിടുത്തെ വലിയൊരു കുന്ന്, പൊന്നമ്പലമേട് എന്നുള്ള കുന്നിലാണ് കാണുന്നത്. ഈ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അനേകം വിളക്കുകൾ കാണുന്നതാണ്. അത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അവിടുത്തെ ഗോത്രവിഭാഗത്തിൻ്റെ ആചാര ചടങ്ങായിരുന്നു എന്നാണ്. പക്ഷേ ഈ പൊന്നമ്പലമേട് ഒരു കാലഘട്ടത്തിൽ റിസർവ് ഫോറസ്റ്റായി മാറി. അത് ഫോറസ്റ്റ് വകുപ്പിൻ്റെ കീഴിലാവുകയും അത് KCB ആയിട്ട് ബന്ധപ്പെട്ട് ആവുകയും ചെയ്തു. ആ റിസർവ് ഫോറസ്റ്റ് ആയ സമയത്താണ് ശബരിമലയിൽ മകരവിളക്ക് കാണാതായത്. ആ സമയത്താണ് C. കേശവൻ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അപ്പോഴാണ് ഈ തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞു. ആ സമയത്താണ് പറഞ്ഞത് നാസ്തികർ ഇവിടെ കേരളം ഭരിച്ച ഫലമാണ് മകരവിളക്ക് കാണാത്തതാണ്. പക്ഷെ പിന്നെ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഈ അവിടെ വീണ്ടും മകരവിളക്ക് കത്തിക്കേണ്ട ഏർപ്പാടുണ്ടായി. ദേവസ്വം ബോർഡും KCBയും അയ്യപ്പ സേവാ സംഘവും കത്തിച്ചതിൻ്റെ തെളിവുകൾ സഹിതം യുക്തിവാദികൾ പുറത്തു കൊണ്ടുവരികയും അത് ഈ പുറത്തു കൊണ്ടുവന്ന അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാർ
ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ഭട്ടതിരിപ്പാടിൻ്റെ ഏർപ്പാടാണെന്ന് പറയുകയും ഈ സൂതകുമാരി അന്നത്തെ മുഖ്യധാര മാസിക ലേഖനം എഴുതുകയൊക്കെ ചെയ്തു. അതായത് ഇതിനെ എതിർത്തുകൊണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഇപ്പോൾ ഈ മകരവിളക്ക് ഈ അയ്യപ്പനുമായി എങ്ങനെയാണ് വരുന്നതാണ്? അത് യഥാർത്ഥത്തിൽ മകരവിളക്ക് അയ്യപ്പനുമായി ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അതിന് ചരിത്രപരമായ ഒരു കാര്യം നമുക്ക് 36 ഗോത്ര വിഭാഗങ്ങളാണ് ഈ സഹ്യപർവ്വതത്തിൽ ഉള്ളത് മൊത്തം. അതിൽ 1 or 2 ഗോത്ര വിഭാഗങ്ങൾ ഒഴികെ ബാക്കിയുള്ളവരുടെ എല്ലാം ഗോത്ര ഭാഷയിൽ തമിഴിൻ്റെ കലർപ്പുണ്ട്. ഇത് നമുക്ക് തരുന്നൊരു സൂചന എന്താണെന്ന് വെച്ചാൽ ഇവർ ആദ്യകാലത്ത് തമിഴരായിരുന്നു എന്നാണ്. അതിൻ്റെ ഉദാഹരണമാണ് പൊതിയിൽ മല എന്നാണ് ഇതിൻ്റെ സാങ്കേതിക പേര്. തമിഴിൽ പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ടത്തിന് പൊതിയിൽ മല എന്ന്. അത് ഇളംകുളം കുഞ്ഞമ്പിള്ളയെ പോലുള്ളവർ പറയുന്നത് മൂന്നാർ മുതൽ വേളിമല വരെ ഈ പൊതിയിൽ മലയ്ക്കുടയോൻ എന്ന് പറയുന്നത് പാണ്ഡ്യരാജാവാണ്. തിരുവിതാംകൂർ രാജാവോ ചേര രാജാവോ അല്ല, പൊതിയൽ മലയ്ക്കുടയവൻ പാണ്ഡ്യരാജാവാണ്. ദാറ്റ് മീൻസ് തെന്നവൻ എന്നൊരു പേരുണ്ട്. അപ്പൊ ദാറ്റ് മീൻസ് ഈ പാണ്ഡ്യരാജ്യത്തെ പ്രജകളാവണം ഈ ഇവര്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തമിഴ് ആചാരപർ തുറന്നിരിക്കണമല്ലോ. ഈ മകരവിളക്ക് എന്ന് പറയുന്നത് മകരപ്പൊങ്കൽ ദിവസം. ഒന്ന്, ആ മകരപ്പൊങ്കലിനെയും ഈ ശബരിമലയുടെ മുൻവശത്തുള്ള കർപ്പൂര ആഴിയെയും കൂടെ ചേർത്ത് വായിക്കണം. അവിടെ ഒരു ആഴിയുണ്ട്. ശബരിമലയുടെ മുൻവശത്ത് ആഴിയുണ്ട്. ഈ ആഴിയിലാണ് ഈ തേങ്ങ അടിക്കുന്ന തേങ്ങയുടെ ആഴികളെ കർപ്പൂരം ഒക്കെ ആയിട്ട് കഥ 24 മണിക്കൂർ ഇങ്ങനെ എരിഞ്ഞുകൂടി. മേ ബി അതൊരു സാധ്യതയാണ്. അപ്പൊ ഈ ഗോത്ര വിഭാഗക്കാർ മകരവിളക്കിന്റെ തലേ ദിവസം രാത്രി ആഴി കൂട്ടിയിരിക്കണം. ആ ആഴിയിലെ തുടർച്ചയായിരിക്കണം ഇവിടുത്തെ കർപ്പൂരായി. അങ്ങനെയെങ്കിൽ ശബരിഗിരി പ്രോജക്റ്റിൽ സർവേ നടത്തി അതിന്റെ പണി തുടങ്ങുമ്പോൾ 200ഓളം മലയേറിയ കുടുംബങ്ങൾ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചതായി രേഖയുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിൽ ആ രേഖയുണ്ട്. 200ഓളം കുടുംബങ്ങൾ റിസർവോയർ വരുമ്പോൾ വെള്ളം പൊങ്ങും എന്നുള്ളത്. അവര് ഇവിടെ നിന്ന് പോയതോടുകൂടി ഈ മകരവിളക്ക് അവസാനിച്ചിരിക്കണം. ആദ്യം ഉണ്ടായിരുന്ന മകരജ്യോതിയായി ഇതിനെ ആളുകൾ കണ്ടിരുന്നിരിക്കണം. ഈ 200ഓളം കുടുംബങ്ങൾ അവിടെ നിന്ന് ഒഴിപ്പിച്ചു പോയി മകരജ്യോതി അപ്രത്യക്ഷമായി. അപ്പോഴാണ് ഈ പറഞ്ഞ സി കേശവൻ എന്ന് പറയുന്ന നിരീശ്വരവാദി ഭരിച്ചത് കൊണ്ടാണ് വിളക്ക് അപ്രത്യക്ഷമായത് എന്നൊരു കഥ വലിയൊരു പ്രചരണം നടന്നിട്ടുണ്ട്. ഇത് പിന്നെ പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ശബരിമലയിൽ മലയരയർക്ക് എന്തോ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ കർപ്പൂരാഴിയും ഈ 50-ന് മുമ്പ് ശബരിഗിരി പ്രോജക്റ്റിന് മുമ്പ് അവിടെ കണ്ടിരുന്ന മകരജ്യോതി എന്നാണ് അതിൻ്റെ ഒരു ചരിത്രപരമായ ഒരു പരിപ്രേക്ഷ്യം. അതാണ്. പിന്നെ ഉള്ളത് ഈ ഗരുഡൻ പറക്ക. ഈ അവര് പറഞ്ഞ ഗരുഡൻ പറക്കുന്ന പരന്ത് പറക്കുന്ന രീതിയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയത് ഇതിനെ ഇടമർക്ക് തേരാളി മാസികയിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. അതായത് ഞാൻ അത് വായിച്ച് മനസ്സിലാക്കുന്നത്, അതായത് ഈ ഗരുഡൻ പരുന്ത് എന്ന് പറഞ്ഞത് ഈ ഭയങ്കര ബഹളമുള്ള സ്ഥലങ്ങളെല്ലാം പരുന്ത് പറക്കുമെന്നുള്ളതാണ്. അതിന് ഭക്ഷണത്തിന് വേണ്ടി പറക്കുമെന്നാണ്. അപ്പം ഇതിന് ആ ലേഖനത്തിൽ ഇടമറുക സൂചിപ്പിച്ചാൽ ഇതിനു വേണ്ടി ഒരു നിരീക്ഷണം നടത്തും. എരുമേലിയിലുള്ള ഈ ഇടമറുകൻ്റെ സഹപ്രവർത്തകനെ ഏർപ്പാടുകയും അവിടെ ഏതൊക്കെ ദിവസം പരുന്ത് പറക്കുന്നു എന്നുള്ളത്. അപ്പം എല്ലാ ദിവസവും പരുന്ത് പറക്കുന്നു എന്നാണ് അതിലേക്കുള്ളത്. പക്ഷെ ഇതിനൊരു ആചാരമാക്കുകയും ഇതിൻ്റെ ഒരു ദിവ്യ പ്രവർത്തനമായി കണക്കുകയും ഇതിനെ ഒരു ആചാരത്തിൻ്റെ അല്ലെങ്കിൽ ആൾക്കുകൾ കൂട്ടാനുള്ള ഒരു കച്ചവട വിശ്വാസമാക്കി മാറ്റുകയും ചെയ്യുന്ന ഇതിലേക്ക് മാറ്റുക. അതെന്താണ് അതിൻ്റെ ഒരു രസം? നമ്മുടെ തമിഴ്നാട്ടിൽ തിരുക്കഴിങ്കുണ്ട്രം എന്ന് പറയുന്ന ഒരു സ്ഥലം. തിരുക്കഴിങ്കുണ്ട്രം എന്ന് പറഞ്ഞൊരു മലയാണ്. ഇതിന് കീഴെയാണ് ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം കിട്ടി. ഈ പ്രസാദം കൊണ്ട് ഈ മല കയറി അവിടെ ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിനെ മൂട്ടിക്കൊണ്ടുവയ്ക്കും ആളുകൾ. കുറെ കഴിയുമ്പോൾ 2 കഴുകന്മാർ തിന്നിട്ട് പോകും. ഇത് എല്ലാ വർഷവും ഇവിടുത്തെ നിവേദ്യം കഴിഞ്ഞ അവിടെ തന്നെ കഴുകന്മാർ വരും. എല്ലാ ദിവസവും ഉണ്ട് കഴുകന്മാർ. അപ്പൊ ഇവിടുന്ന് കിട്ടിയ പ്രസാദം അവിടെ കൊണ്ടുവയ്ക്കുന്നു, കഴുകൻ വരുന്നു, തിന്നുന്നു, പോകുന്നു. ഇന്നലെ നടന്നു, ഇന്ന് നടക്കുന്നു, നാളെ അത് തന്നെ നടക്കും. അതിന്റെ ഒരു ഭാഗം തന്നെ കഴുകന്മാർ പ്രൊമോട്ട് ചെയ്തു. വിശ്വാസത്തിന്റെ ഇതിനെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ തിരുക്കഴിങ്കുണ്ട്രമാണ് നമുക്ക് ഇതിന് ബദലായി അല്ലെങ്കിൽ ഇതിന് സമാനമായി ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു സ്ഥലം. അപ്പൊ അതുകൊണ്ട് അതിൽ എത്ര വലിയൊരു അത്ഭുതമൊന്നുമില്ല. അത് അങ്ങനത്തെ സമ്പ്രദായമേ ഇല്ല. ഈ ദിവ്യ ജ്യോതി എന്ന് പറഞ്ഞ സാധനം വെച്ചാൽ ഈ മകരവിളക്ക് ഇപ്പം കത്തിക്കണാണെന്ന് വെച്ചു. മകരവിളക്ക് എന്ന് കത്തിക്കുകയാണെന്ന്. അപ്പം അത് സംവാദം വന്നപ്പം ഈ രാഹുൽ ഈശ്വർ എന്നൊക്കെ ഉള്ള കക്ഷികൾ പറഞ്ഞു മകരവിളക്കിൽ ഞങ്ങൾ പറഞ്ഞത് മകരജ്യോതിയാണ്, അത് ദിവ്യ ജ്യോതിയാണ്, അത് നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്.
അപ്പം അത് ഈ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ സാധനം ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് മകരമാസ കാലഘട്ടത്തിൽ ഈ നക്ഷത്രങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കുന്നത് അറിയാൻ പറ്റും. എക്കാലത്ത് ആ നക്ഷത്രം ഉണ്ടെന്ന് പറഞ്ഞത്. ഇപ്പം ഈ ദിവ്യജ്യോതിയെക്കുറിച്ചുള്ള ഒരു പ്രചാരവും അങ്ങനെ ഇതിനായിട്ട് കുഴയ്ക്കുന്നതാണ്. ഇതിനകത്ത് ഈ ചരിത്രകാരന്മാർക്ക് ഒരു കുഴപ്പം പറ്റും. കാരണം യഥാർത്ഥത്തിൽ 2 തരം വിളക്കുകളുണ്ട്. ഒന്ന് ഈ പറഞ്ഞ ഈ മലയിൽ കാണുന്ന ഈ വിളക്ക് കാണിക്കുന്ന ഒരു വിളക്ക്, അതല്ലാതെ ഒരു വിളക്ക് കണക്കുണ്ട് സെയിം ഡേ വൈകുന്നേരം. അതായത് അത് മാളിക പുറത്ത് നിന്ന് ആനപ്പുറത്ത് കുറെ ദീപങ്ങളുമായിട്ട് ഒരു പൂജാരി ക്ഷേത്ര നടയിൽ വരും. അതിപ്പോഴും നടന്നു വരികയാണ്. അപ്പൊ ഈ മകരജ്യോതി ഏത്, മകരവിളക്ക് ഏതാണ് എന്ന് തിരിച്ചു പറഞ്ഞു കൊടുക്കാത്തതിന്റെ കുഴപ്പമാണ് ഇത് രണ്ടും കൂടെ കുഴയുന്നത്. രണ്ടും കൊളുത്തുന്നതാണ്. ഒന്ന് പിന്നെ നേരത്തെ നടക്കും, ഒന്ന് ഇത്തിരി താമസിച്ചു നടക്കും. ഇത്രയുള്ളൂ. അപ്പൊ അതിന് ഒന്നിനെ ജ്യോതി എന്നും ഒന്ന് വിളക്ക് എന്നും പറയുകയാണ്. ഇത് വളരെ വ്യക്തമാണ്. ഗോപി എന്ന് പറയുന്ന ഒരു ഡ്രൈവർ, അദ്ദേഹം എത്ര വർഷം കൊളുത്തി എന്നും അദ്ദേഹം ഒരു ഇന്റർവ്യൂലുണ്ട് കണ്ടതാണ്. വെറുതെ ചുമ്മാ അല്ല, നമ്മള് ഇപ്പം അതായത് നമ്മൾ നോക്കുമ്പം അനേകം ആൾക്കാർ ഇഷ്ടംപോലെ പണം ഇതിൽ ചെലവഴിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത്, അടുത്ത കാലത്ത് പാലോടുള്ള സുഹൃത്ത്, അദ്ദേഹം അവിടെ നിന്ന് ഒറ്റയ്ക്ക് നടന്ന് ആണ് ഈ കാട് വഴി അങ്ങ് പോകുന്നത്. അപകടപ്പെട്ട സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ അത് ഒരു വിശ്വാസം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ ഭയങ്കരമായ ഒരു എൻ്റെ അഭിപ്രായം അന്ധവിശ്വാസം തന്നെ എന്നാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഈ കത്തിക്കുകയാണെന്നും ഇതൊക്കെ ഒരു ദിവ്യ അത്ഭുതങ്ങളല്ല എന്നും സാധാരണപ്പെട്ട ചിന്തിക്കുന്ന ആൾക്കാർക്ക് അറിയാനായിട്ടും എന്തുകൊണ്ട് ഇത്രയും ആളവിടെ കൂടുന്നു, വേറെ എടുത്തു കൂടാത്ത ആൾക്കൂട്ടം അവിടെ ഉണ്ടാവുന്നു, എനിക്ക് മനസ്സിലാക്കാത്ത കാര്യം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അല്ല, അത് എനിക്ക് തോന്നുന്നത്, ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം പറയാം. അതൊരു ചരിത്രമൊന്നല്ല. അത് നെടുമങ്ങാട്ട് ഒരു 4 കൊല്ലത്തിന് മുമ്പ് നെടുമങ്ങാട് UPS പിന്നെ ഒരു കുട്ടി ബോധം കെട്ടു വീണു. സ്വപ്പം കഴിഞ്ഞ് അടുത്ത കുട്ടി വീണു. അത് കഴിഞ്ഞ് ആ ക്ലാസ് മുഴുവൻ വീണു. അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ കുട്ടികളെല്ലാം ഒന്നിച്ച് ബോധം കെട്ടു. വലിയ വാർത്തയായത്. അപ്പൊ ഇത് കുട്ടികളെല്ലാം പൂർണ്ണ ആരോഗ്യന്മാരാണ്. ആർക്കും പ്രശ്നമില്ല, പക്ഷെ എല്ലാവരും ബോധം കെട്ടുവീഴും. അപ്പൊ ഇത് അവിടുത്തെ വലിയ ഭൂതപ്രേത വിചാരികൾ ലോക്കലായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഉടൻ തന്നെ ഒരു മനഃശാസ്ത്രജ്ഞൻ, ആരോ ഒരു വിവരമുള്ള ഒരു അധ്യാപകൻ മനസ്സിലായി കൊണ്ടുവന്നപ്പോ മാസ് ഹിസ്റ്റീരിയ എന്നാണ് അദ്ദേഹം. ഈ മാസ് ഹിസ്റ്റീരിയ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഒരു പ്രത്യേക അനുഭൂതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുക. ഈ ശരണം വിളിയിലൂടെ, ഈ ആൾത്തിരക്കിലൂടെ, ഈ കെട്ടിലൂടെ, ഈ ബഹളത്തിലൂടെ, ചെണ്ടമേളത്തിലൂടെ നമ്മളൊരു പ്രത്യേക അനുഭൂതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുക. അപ്പൊ എന്താ ഞാൻ ധരിക്കുന്നത്? അല്ല, വേറൊരു കാര്യമുണ്ട്. ഈ പുറത്തുള്ള പ്രത്യേക ആന്ധ്ര, കർണാടക, തമിഴ്നാട് പോലുള്ള പ്രദേശങ്ങളിൽ നമുക്ക് ഇവിടെ കിട്ടിയതുപോലെ അറിവ് അവർക്ക് ലഭിച്ചില്ലെന്ന് ഉറപ്പാണ്. അതായത് ഈ അയ്യപ്പ സേവാ സംഘവും ഇലക്ട്രിസിറ്റി ബോർഡും ദേവസ്വം ബോർഡും കൂടെ ഒരുമിച്ച് കത്തിക്കുന്ന ഒരു കൗളിപ്പിക്കലാണെന്നും അങ്ങനെ ഒരു സാധനം ഇവർക്ക് കിട്ടിയില്ല. ഇവരിപ്പോഴും ഇതിൽ വരുന്നുള്ള സാധനം ഉണ്ട്. അവർ അത്രത്തോളം ഒരു സാധനം, അത്ര ഒരു നാഷണലൈസ്ഡ് രീതിയിൽ ഈ അറിവ് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മാഗസിനിൽ നിന്നും ഈ ഇത്തരം ലേഖനങ്ങൾ വന്നിട്ടില്ല. അതൊരു ഭയങ്കരപ്പെട്ട പ്രശ്നമാണ്. അതിലാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കുന്ന അങ്ങനെ ഒരു സാധനം ഇല്ലേ എന്നാണ്. അങ്ങനെ ഇല്ലെന്ന് മാത്രമല്ല, ഇതിനകത്ത് വേറൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. നമ്മളിപ്പോൾ ഓണം, നമ്മളെല്ലാം വിചാരിക്കുന്ന ഓണം നമ്മൾ കേരളത്തിൽ മാത്രമേ നമ്മുടെ സ്വന്തം വകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിമാനത്തോടുന്നത്. പക്ഷെ അതേ ദിവസം തിരുവോണം ആഘോഷിക്കുന്ന ആന്ധ്രയിൽ ആഘോഷിക്കുന്നുണ്ട്. ആന്ധ്രയിൽ തിരുപ്പതി ക്ഷേത്രത്തിൽ ബ്രഹ്മോത്സവം എന്നുള്ള പേരിൽ ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ അത് ഓണമാണെന്ന് നമുക്ക് തിരിച്ചറിവില്ല, അവർക്കുമില്ല. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ ആരും അതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തിയിട്ടില്ല. ഇവിടെ ദൈവത്തിനെ കുറിച്ച് പഠിക്കാൻ എല്ലാവർക്കും വലിയ മനപ്രയാസവും സങ്കടവും, പിന്നെ സമൂഹത്തിലെ ഒറ്റപ്പെടൽ, അത് വലിയ പ്രശ്നമാണ്. പിന്നെ വേറൊരു സാധനമുണ്ട്. ഈ ഏറ്റവും ദേവസ്വം ബോർഡിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു 90% തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കിട്ടുന്ന 90% വരുമാനവും ശബരിമല. അപ്പോൾ ഈ സാധാരണപ്പെട്ട നമ്മളെ ഈ ശബരിമല തീർത്ഥാടനത്തിൻ്റെ ആൾക്കാരെ പോയി പണം കൊടുക്കുന്നതിനൊക്കെ നമ്മൾ വിമർശിക്കപ്പെടുമ്പോൾ പറയുന്നതാണ്, നിങ്ങൾ മറ്റ് ആരാധനകളിലെ, അതായത് ഈ ശബരിമലയിലെ ക്ഷേത്ര വരുമാനം സർക്കാരിലേക്കാണ് വരുന്നതെന്നുള്ള ഒരു തെറ്റിദ്ധാരണ. ഇത് പലപ്പോഴും നമ്മൾ തിരുത്തിലുള്ളതാണ്. അപ്പം മറ്റ് ആരാധനാലയങ്ങളിലെ വരുമാനങ്ങളൊന്നും ഗവൺമെൻറ്റിലേക്ക് വരുന്നില്ല. ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കീഴിലാണ് എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ദേവസ്വം ബോർഡിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് അവരുടെ അക്കൗണ്ടിൽ മാത്രമാണ്, സർക്കാർ അങ്ങോട്ടാണ് കൂടുതൽ പണം കൊടുക്കുന്നത് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുത്തുന്നില്ലേ അതിന് ഒരു ഉദാഹരണം ഞാൻ പറയും. ഇത് എന്തിനാണ് ദേവസ്വം ബോർഡ് എന്തിനാണ് ഇവിടെ രൂപം കൊണ്ടത്?
ഈ ക്ഷേത്രങ്ങൾ ബ്രാഹ്മണരുടെ ആധിപത്യം, ബ്രാഹ്മണരുടെയും നായന്മാർ മുതൽ മുകളിലോട്ടുള്ള സവർണ വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ നടന്നു വന്ന ക്ഷേത്രങ്ങൾ എന്തിനാണ് മൺട്രോ ഏറ്റെടുത്തത്? അതിലേറെ ക്ഷേത്രങ്ങൾ. ആ ചോദ്യത്തിനാണ് ഉത്തരം കാണേണ്ടത്. കാരണം ക്ഷേത്രത്തിന്റെ ലക്ഷക്കണക്കിന് ഏക്കർ വസ്തുക്കളും അതിലെ ആദായങ്ങളും ബ്രാഹ്മണ്യം കൊണ്ടുപോവുകയും ക്ഷേത്രത്തിലെ ദേവന്മാരെ പട്ടിണിക്കിടുകയും ചെയ്തു എന്ന് ഭക്തന്മാരുടെ പരാതി കിട്ടിയതിനു ശേഷമാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, നമുക്ക് തന്നെ അറിയാം. തിരുനെല്ലൂർ ശാല ഒരു പഴയ പ്രാദേശിക വൈദിക യൂണിവേഴ്സിറ്റിയാണ്. 1139 ഏക്കർ 95 സെന്റാണ് ഇതിന്റെ പഴയ പട്ടയത്തിലുള്ളത്. ഇപ്പൊ അത് 1.25 ഏക്കറാണ്. ഈ വസ്തുക്കൾ ആരാണ് ആദായം എടുത്തിരുന്നത്? ആദായം എടുത്തെങ്കിൽ ആ പണം എവിടെ പോയി? ഇവിടെ എന്തെങ്കിലും അത്തരത്തിലുള്ള നിർമ്മിതികൾ നടന്നിട്ടുണ്ടോ? നോ, നത്തിങ്. അപ്പൊ ഇത് ആരുടെ പോക്കറ്റിലേക്കാണ് ഈ പണം പോയത് എന്ന് നമുക്ക് വ്യക്തം. അപ്പൊ ഇതിനെ കുറിച്ചുള്ള പരാതികൾ സാധാരണക്കാരിൽ നിന്ന് ഉയർന്നു വന്നതിന് ശേഷം അന്നത്തെ റാണി ലക്ഷ്മിഭായി എന്നാണ് എന്റെ ഓർമ്മ, ലക്ഷ്മിഭായിയുടെ നിർദ്ദേശപ്രകാരമാണ് മൺട്രോ. ഇപ്പൊ മൺട്രോയുടെ പടലിലാണ് എല്ലാവരും കൊണ്ടുവയ്ക്കുന്നത്. മൺട്രോ സാഹിബ് വന്നിട്ട് അയാള് ഹിന്ദു വിരോധി അല്ല. ഇനി രസവതല്ല, ഈ മൺട്രോ സാഹിബ് തന്നെ ഈ ലക്ഷ്മിഭായിയുടെ മകനായ സ്വാതി തിരുനാൾ അവര് ഗർഭിണിയായിരിക്കുമ്പോ പ്രസവിക്കുന്നത് ആണായിരിക്കുന്നതിന് വേണ്ടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വെള്ളിക്കുടം വെച്ച ആളാണ് ഈ മൺട്രോ. അപ്പൊ അയാൾ ദൈവവിശ്വാസി ആയിരുന്നു. അപ്പൊ ക്ഷേത്രം അയാള് ദേശസാൽക്കരിച്ചു. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിനകത്തുള്ള ഭീമമായ വെട്ടിപ്പിനെ നിരോധിക്കാനാണ്. അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അല്ലാണ്ട് അപ്പൊ 10 ലക്ഷം രൂപയാണ് അത് കഴിഞ്ഞ ശേഷം ഇന്ത്യ സ്വതന്ത്രം ആയതിനു ശേഷം ദേവസ്വം ബോർഡിന് സർക്കാർ കൊടുത്തുകൊണ്ടിരുന്നത്. ഖജനാവിൽ 10 ലക്ഷം രൂപ സർക്കാർ കൊടുത്തോണ്ടിരുന്നു. അത് ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കും. പിന്നെ ഇതിനകത്ത് ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പണം വരുന്ന ട്രഷറിയിലാണ്. ഈ ദേവസ്വം ബോർഡിന്റെ പണം ട്രഷറി അല്ലേ സാറേ? അല്ല, ഇത് മറ്റേ ദേവസ്വം ബോർഡ് അക്കൗണ്ട് ധനലക്ഷ്മി ബാങ്കിലാണ്. അതെ, ഇതിന് ശേഷം അതെ. പക്ഷെ ഇയാൾ വരുന്നതിന് പ്രാക്കുളം പാസ് വരുന്നതിന് ശേഷം ട്രഷറിയിലാണ് ഇത് പൊക്കോണ്ടിരുന്നത്. അന്ന് ഈ പണം സർക്കാർ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ലോൺ എടുത്തിട്ടുണ്ട്, അല്ലാതെ കടം വാങ്ങിയിട്ടുണ്ട്. അതിന് പലിശയടക്കം തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. പ്രാക്കുളം പാസിയുടെ കാലത്താണ് ഈ ഇവർക്ക് ഈ ബാങ്കിന് കൊടുത്ത് അന്ന് വലിയ എതിർപ്പൊക്കെ ഉണ്ടായതാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അല്ലാതെ ഈ പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ആധുനികരമായ ഒരു സർക്കാർ ചെയ്യേണ്ടത് ഇത് സംരക്ഷിക്കാനില്ല. ഇവിടെ സ്കൂളുകളും ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളുമാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. അതിനാണ് കൂടുതൽ പണം മുടക്കേണ്ടത്. ഇത് ഒരു പാരമ്പര്യ രീതിയാണ്. ഇതിനെയൊന്നും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് നമ്മുടെ. തീർച്ചയായും അത്ര തന്നെയാണ്. ആളുകളുടെ ഇടയിൽ തെറ്റായ ധാരണകൾ വളർത്തി, അന്ധവിശ്വാസങ്ങൾ വളർത്തി. ഈ അന്ധവിശ്വാസത്തിലൂടെ ഈ ഇപ്പൊ ഭക്തി മാത്രമാണ് എല്ലാത്തിന്റെയും അവസാനത്തെ ഉത്തരം എന്നുള്ള നിലയിലേക്ക് പോകുമ്പോൾ ശാസ്ത്രബോധം കുറയുകയാണ്. രാഷ്ട്രീയക്കാർക്ക് പേടിയാണ്, അവർക്ക് പേടിയാണ്. അപ്പൊ ഒരു ഉദാഹരണമാണ് നമ്മൾ ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടത്. നമ്മൾ അതിലേക്ക് വന്നില്ല. അതൊരു രാഷ്ട്രീയ വിഷയമാണ്. അതിനാണ് ആർത്തവം എന്ന് പറയുമ്പോൾ അശുദ്ധമാണെന്ന് എന്നും കരുതുന്ന ഒരു മനുഷ്യൻ അല്ലേ? മനസ്സിലല്ലേ? മനുഷ്യരിൽ 2 വിഭാഗമാണ്, സ്ത്രീകളും പുരുഷന്മാരെന്നുള്ള അനേക വിഭാഗങ്ങൾ വരെ ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഈ സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവം ഒരു അശുദ്ധമാണെന്ന് കരുതുന്ന മനുഷ്യരുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന്. അതിന്റെ വലിയ രസകരകാരി ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടർ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ഈ അതായത് ആർത്തവത്തിനെ നീട്ടിവെക്കാൻ ചില മരുന്നുകൾ ഏറ്റവും കൂടുതൽ ആർത്തവം നീട്ടിവെക്കുന്നതിന് വേണ്ടി സ്ത്രീകൾ ഡോക്ടർമാരെ സമീപിക്കുന്ന സമയം വൃശ്ചികം 1 മുതൽ മകരം 1 വരെയാണ് എന്ന് ഡോക്ടർ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഈ ജിയോ ബേബി എന്ന് പറഞ്ഞ ഒരു സിനിമാ സംവിധായകൻ ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. ആധുനികരമായി ചിന്തിക്കുകയും യുക്തിപരമായി ചിന്തിക്കുന്ന ആൾക്കാരെല്ലാം ഇതിനെയൊക്കെ ഈ പാരമ്പര്യ സിദ്ധാന്തത്തെ എതിർത്ത് മുന്നേറുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്നും പക്ഷേ ഇതിനെ പൊളിറ്റിക്കലി സപ്പോർട്ട് ചെയ്യാൻ ചില ആൾക്കാർ ഉണ്ടെന്നാണ് മനസ്സിലായി. ഞാൻ ഈ സ്ത്രീ പ്രവേശന ബന്ധപ്പെട്ടുള്ള കോടതി വിധി വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ രാഷ്ട്രീയക്കാർ എവിടെ നിൽക്കുന്നു എന്നാണ്. ഈ വോട്ടിന് വേണ്ടി അതിന്റെ വലിയ രസകരമായ ഒരു സംഭവം, ഈ പന്തളത്തെ ശശികുമാരവർമ്മയുടെ നേതൃത്വത്തിൽ പ്രകടനം നടക്കുന്നത് വരെ ഇവിടുത്തെ CPM, CPI, കോൺഗ്രസ്, BJP, RSS അടക്കം ഈ ഉത്തരവിന് സ്വാഗതം ചെയ്തു. നമുക്ക് പല ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായ K. സുരേന്ദ്രൻ ഈ കോടതി വിധി വന്നപ്പോൾ ആദ്യം സ്വാഗതം ചെയ്യുകയാണ്. അതൊക്കെ അപ്പൊ ഈ ശശികുമാരവർമ്മ എന്ന് പറയുന്ന സെക്രട്ടറി എന്ന് പെൻഷൻ പറ്റിയ ഒരു ക്ലർക്കാണ് അദ്ദേഹം. അല്ല, അതിൽ കൂടുതലൊന്നുമില്ല. അയാൾ വിളിച്ചപ്പോൾ ഇത്രയും ആള് കൂടിയെങ്കിൽ ഞാൻ വിളിച്ചാൽ എത്ര വരും?
നമുക്ക് ഇതിനെ കുറിച്ച് കുറെ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കിത് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. ചരിത്രം ഒരുപാട് പറയാനുള്ളതാണ്. അതായത് ശബരിമലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കുറേ അന്ധവിശ്വാസങ്ങളുടെ കൂമ്പാരമാണ്. ഈ അന്ധവിശ്വാസങ്ങളുടെ കൂമ്പാരം വിശ്വാസത്തിൻ്റെ പേരിൽ ഇങ്ങനെ പ്രചരിപ്പിച്ച് ആൾക്കാരെ പറ്റിച്ച് ഒരു തട്ടിപ്പ് നടത്തുന്ന ഒരു മേഖലയാണ്. ഇതിൽ കൂടെ ഇഷ്ടംപോലെ പണം സമ്പാദിച്ച് ഈ ഭക്തി കേന്ദ്രത്തിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് പണം സമ്പാദിക്കാനുള്ള കേന്ദ്രമായി മാറിക്കുകയാണ്. ആധുനിക ഗവൺമെൻറ്റുകൾ യഥാർത്ഥം ചെയ്യേണ്ടത് ഇവിടെ വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനമാണ് ചെയ്യേണ്ടത്. ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല. വിശ്വാസികൾ വിശ്വാസത്തിൽ പോവാം. ഇതിനെ പ്രചരിപ്പിക്കുന്ന രീതിയിൽ ദിവ്യാത്ഭുതങ്ങൾ കാട്ടി വീണ്ടും പ്രചരിപ്പിക്കുന്ന രീതിയിൽ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.